السلام عليكم ورحمة الله وبركاته. مرحبا بكم إلى حلقات UGC നെറ്റ് അൽ അറബിയ. UGC നെറ്റ് അറബിക്കിൻ്റെ ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പറയുന്നത് ഒന്നാമത്തെ യൂണിറ്റാണ് അശ്ശഅറുൽ അറബി ഹത്തൽ അസ്റിൽ അബ്ബാസി. അബ്ബാസി കാലഘട്ടം വരെയുള്ള അറബി കവിത. ക്ലാസ്സിലേക്ക് പോകാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുന്നത് ശുഅറാ ഉൽ അസ്റിൽ അബ്ബാസി, അബ്ബാസി കാലഘട്ടത്തിലെ അറബി കവികളെക്കുറിച്ചാണ്. ബഷാർ ബിൻ ബുർദ്, അബൂ നുവാസ്, അബുൽ അതാഹിയ, അബൂ തമ്മാം, അൽ ബുഹ്തുരി, അബു ത്വയ്യിബ് അൽ മുതനബി, ഇബ്നു റൂമി, അബുൽ അല അൽ മഅരി. ഇതിലെ ആദ്യത്തെ 4 കവികളെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുന്നത്. ആദ്യമായി ബഷാർ ബിൻ ബുർദ്. യഖൂനുക ദുൽ ഖുർബ മിറാറൻ വറുബ്ബമാ വഫലക ഇൻദൽ ജഹ്ലി മൻ ലാ തുഖാരിബു വഖദ് റാബനി ഖൽബുൻ യുകല്ലിഫുനി الصിബ വമാ കുല്ല ഹീനിൻ യത്ബഉൽ ഖൽബ സാഹിബു എന്ന പ്രസിദ്ധമായ കവിതയുടെ വക്താവ് ബഷാർ ബിൻ ബുർദ്. അദ്ദേഹത്തെക്കുറിച്ച് വിശദമായി വായിക്കാം. 714 ബഷാർ ബിൻ ബുർദ് ജനിച്ചത്. 784 മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമമാണ് അബൂ മുആദ് ബഷാർ ബിൻ ബുർദ് ബിൻ യർജൂഖ് അൽ അഖീലി. മുറഅസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേര്. ഇമാമു ശുഅറാ അൽ മുവല്ലദീങ്ങളായ കവികളുടെ നേതാവാണ്. റഈസു ശുഅറാ അൽ അസ്റിൽ അബ്ബാസി, അബ്ബാസി കാലഘട്ടത്തിലെ കവികളുടെയും നേതാവായി അറിയപ്പെടുന്നു. ഉലിദ മൗലൻ അഅമ, ഇദ്ദേഹം അടിമയായി അന്ധനായാണ് ജനിച്ചത്. ഫി ബനി അഖീൽ ഗോത്രത്തിൽ. വനുസിബ ഇലൈഹ, ആ ഗോത്രത്തിലേക്കാണ് ഇദ്ദേഹം ചേർത്തപ്പെടുന്നത്. മുഖദ്റമുൻ ആസറ നിഹായത്ത് ദൗലത്തിൽ അമവിയ വബിദായത്ത് ദൗലത്തിൽ അബ്ബാസിയ. അമവി കാലഘട്ടത്തിൻ്റെ അവസാനത്തിലും അബ്ബാസി കാലഘട്ടത്തിൻ്റെ തുടക്കത്തിലും ജീവിച്ചത് കാരണത്താൽ ഇദ്ദേഹം മുഖദ്റമായി അറിയപ്പെടുന്നു. സക്കന ഫി ഹർറാൻ വന്തഖല ഇല ബഗ്ദാദ് വതൂഫിയ ഫീഹ. ഹർറാനിലാണ് ഇദ്ദേഹം ജീവിച്ചത്. പിന്നീട് ബഗ്ദാദിലേക്ക് യാത്ര ചെയ്തു. അവിടെ വെച്ചാണ് മരണപ്പെട്ടത്. തഖറബ ബിൽ മഹ്ദി വനാലൽ ജവായിസ മിൻ. ഖലീഫ മഹ്ദിയുമായി കൂടുതൽ അടുപ്പം സ്ഥാപിക്കുകയും അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് പാരിതോഷികങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട്. വലാക്കിൻ ഖതലഹുൽ മഹ്ദി ലി ഷഹാദത്തി ഷുഹൂദി അലൈഹി ബിസ്സന്ദഖ. പിന്നീട് ഖലീഫ മഹ്ദി ഇദ്ദേഹത്തെ വധിക്കുകയായിരുന്നു. ഇദ്ദേഹം കപടവിശ്വാസിയാണ് എന്നതിന് തെളിവുകൾ ലഭിച്ചതിനാൽ. വലി റസാഇഹി അസ്സനാദിഖ അല്ലദീന ഖതലഹും അൽ മഹ്ദി. ഖലീഫ മഹ്ദി വധിച്ചു കളഞ്ഞ കപടവിശ്വാസികളെക്കുറിച്ച് ഇദ്ദേഹം വിലാപകാവ്യം പാടിയതിനാലും ഖലീഫ മഹ്ദി ഇദ്ദേഹത്തെ പിന്നീട് വധിക്കുകയാണുണ്ടായത്. അടുത്തത് അബൂ നുവാസ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കവിതയാണ് ഇന്നൽ ഖുലൂബ മഅൽ ഉയൂനി ഇദാ ജനത് ജാഅത് ബലിയതുഹാ അലൽ അജ്സാദി അഷ്കൂ ഇലൈക ജഫാഅ അഹ്ലിക ഇന്നഹും ളറബു അലയ്യൽ അർള ബിൽ അസ്ദാദി. അബൂ നുവാസിനെ കുറിച്ച് വിശദമായി പഠിക്കാം. അദ്ദേഹം ജനിച്ചത് 762 മരണപ്പെട്ടത് 813. അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമമാണ് അബൂ നുവാസ് അൽ ഹസൻ ബിൻ ഹാനി അൽ ഹക്കമി. അബൂഹു അറബിയുൻ മിൻ ജുന്ദി മർവാൻ ബിൻ മുഹമ്മദ് വ ഉമ്മുഹു ഫാരിസിയ. അദ്ദേഹത്തിൻ്റെ പിതാവ് അറബിയായിരുന്നു. മർവാൻ ബിൻ മുഹമ്മദിൻ്റെ സൈന്യത്തിൽപ്പെട്ടയാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാതാവ് പേർഷ്യക്കാരിയായിരുന്നു. ഖാലൽ ജാഹിൽ മാ റഅയ്തു അഹദൻ അഅലമ ബിൽ ലുഗത്തി മിൻ അബി നുവാസ്. ജാഹിൽ പറഞ്ഞിട്ടുണ്ട്, അബൂ നുവാസിനേക്കാൾ ഭാഷ നന്നായി അറിയുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല എന്ന്. ഉരിഫ ബി ഷാഇറുൽ ഖംർ, ഷാഇറുൽ ഖംർ എന്ന് അദ്ദേഹം അറിയപ്പെട്ടു. അഖ്റജ ശിഅറ മിനൽ ലഹ്ജത്തിൽ ബദവിയ്യ ഇല ത്വരീഖത്തിൽ ഹദരിയ്യ. കവിതയെ അതിൻ്റെ ഗ്രാമീണതയിൽ നിന്ന് നാഗരിക സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്നത് ഇദ്ദേഹമാണ്. യുഖാൽ ശുഅറാ ഉൽ യമനി സലാസ, ഇമ്രുഉൽ ഖൈസ് വ ഹസാൻ ബിൻ സാബിത്ത് വ അബൂ നുവാസ്. യമൻ കവികൾ 3 ആളുകളാണ്. ഇമ്രുഉൽ ഖൈസും ഹസാൻ ബിൻ സാബിത്തും അബൂ നുവാസും എന്ന് പറയപ്പെടാറുണ്ട്. ഖാല ഇബ്നുൽ മുഅ്തസ് ഫി കിതാബിഹി തബഖാത്തു ശുഅറാ. ഇബ്നുൽ മുഅ്തസ് തൻ്റെ തബഖാത്തു ശുഅറാ എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നഹു ആലിമുൻ ഫഖീഹുൻ ആരിഫുൻ ബിൽ അഹ്കാം വൽ ഹദീസ് വൽ ഖുർആൻ
അബൂ നുവാസ് പണ്ഡിതനും കർമ്മശാസ്ത്രജ്ഞാനിയുമാണ്. അദ്ദേഹത്തിന് വിധികളും ഹദീസും ഖുർആനുമെല്ലാം അറിയാമായിരുന്നു. അടുത്തത് അബുൽ അതാഹിയ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കവിതയാണ് ഇസ്ബിർ ലികുല്ലി മുസീബത്തിൻ വതജല്ലദി വഅലം ബിഅന്നൽ മർഅ ഗൈറു മുഖല്ലദി അവമാ തറാ അന്നൽ മസായിബ ജമ്മത്തുൻ വതറൽ മനിയ്യത ലിൽഇബാദി ബിമർസദി. അദ്ദേഹത്തെക്കുറിച്ച് വിശദമായി പഠിക്കാം. അബുൽ അതാഹിയ ജനിച്ചത് 747 മരണപ്പെട്ടത് 826. അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമമാണ് അബു ഇസ്ഹാഖ് ഇസ്മായിൽ ബിൻ അൽ ഖാസിം ബിൻ സുവൈദ് അൽ ഐനി. വുലിദ ഫി ഐനത്തമ്ര, ഐനത്തമ്രിലാണ് അദ്ദേഹം ജനിച്ചത്. ലുഖിബ ബിൽ അതാഹിയ ലിഅന്നഹു കാന ഖദ് തഅത്തഹ ബിജാരിയത്തിൻ ലിൽ മഹ്ദി ഫി ബഗ്ദാദ് വഹുബിസ ബിസബബിഹ. അദ്ദേഹത്തിന് അതാഹിയ എന്ന് പേര് പറയാൻ കാരണം ഖലീഫ മഹ്ദിയുടെ പരിചാരികയായ ഒരു സ്ത്രീയുമായിട്ട് ഇദ്ദേഹം പ്രണയത്തിലായിരുന്നു. അത് കാരണത്താൽ ഇദ്ദേഹം ജയിലിലടക്കപ്പെടുന്നുണ്ട്. അക്കാരണത്താലാണ് അതാഹിയ എന്ന പേര് ഇദ്ദേഹത്തിന് ലഭിച്ചത്, അബുൽ അതാഹിയ. മദഹൽ മഹ്ദിയ വൽ ഹാദിയ വ ഹാറൂൻ റഷീദ്. ഖലീഫ മഹ്ദിയെയും ഹാദിയെയും ഹാറൂൻ റഷീദിനെയും പ്രശംസിച്ച് കവിത പാടിയിട്ടുണ്ട്. കാന യുജീദുൽ ഖൗല ഫി സുഹദ് വയദ്ഉ അന്നാസ ഇല തസവ്വുദ്. ജനങ്ങളെ സുഹദിലേക്ക് നയിക്കുമായിരുന്നു. തൻ്റെ കവിതകളിലുടനീളം ത്യാഗത്തെക്കുറിച്ച് അദ്ദേഹം പരാമർശിക്കുമായിരുന്നു. ഹദ്ദദഹു ഹാറൂൻ റഷീദ് ബിൽ ഖത്ൽ ഇല്ലം യഖുൽ അശ്ശഅർ. ഇദ്ദേഹം കവിത ഉപേക്ഷിച്ച് ത്യാഗത്തിൻ്റെ വഴി സ്വീകരിക്കുന്നുണ്ട് എന്നറിഞ്ഞ ഹാറൂൻ റഷീദ് അദ്ദേഹത്തെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ച് കവിത പാടിയില്ലെങ്കിൽ വധിച്ചു കളയുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. തൂഫിയ ഫി ബഗ്ദാദ് ഫി ഖിലാഫത്തിൽ മഅ്മൂൻ. മഅ്മൂൻ്റെ ഭരണകാലത്ത് ബഗ്ദാദിൽ വെച്ചാണ് ഇദ്ദേഹം മരണപ്പെട്ടത്. അടുത്തത് അബൂ തമ്മാം. അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട കവിതയാണ് ഇദാ ലം തഖ്ശ ആഖിബത്തൽ ലയാലി വലം തസ്തഹി ഫഫ്അൽ മാ തശാഉ ലഈമുൽ ഫിഅലി മിൻ ഖൗമിൻ കിറാമിൻ ലഹു മിൻ ബൈനിഹിം അബദൻ ഉവാഉ. അദ്ദേഹത്തെക്കുറിച്ച് വിശദമായി വായിക്കാം. അബൂ തമ്മാം ജനിച്ചത് 788 മരണപ്പെട്ടത് 845. അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമമാണ് അബൂ തമാം ഹബീബ് ബിൻ ഔസ് ബിൻ ഹാരിസ് അത്വാഇ. വുലിദ ഫി മദീനത്തി ജാസിം ബിസൂരിയ ഫി അയ്യാമിർ റഷീദ്. ഖലീഫ ഹാറൂൻ റഷീദിൻ്റെ ഭരണകാലത്ത് സിറിയയിലെ ജാസിം എന്ന പട്ടണത്തിലാണ് ഇദ്ദേഹം ജനിച്ചത്. മുസ്വന്നഫാത്തു. അദ്ദേഹത്തിൻ്റെ രചനകളാണ് ഫുഹൂലു ശുആറ, ദീവാനുൽ ഹമാസ, മുഖ്താറു അഷ്ആരിൽ ഖബായിൽ, നഖാഇദു ജരീർ വൽ അഖ്തൽ. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രചനകൾ. കാന യഹ്ഫളു 14,000 ഉർജൂസ മിൻ അറാജീസിൽ അറബ്. അറബികളുടെ ഉർജൂസകളിൽ നിന്ന് 14,000-ലധികം അദ്ദേഹം മനഃപ്പാടമാക്കിയിരുന്നു. തൂഫിയ ബിൽ മൗസിൽ വദുഫിന ബിഹ. മൗസിലിലാണ് മരണപ്പെട്ടതും ഖബറടക്കം ചെയ്യപ്പെട്ടതും. ഉഖ്തുലിഫ ഫി തഫ്ളീൽ ബൈനഹു വ ബൈനൽ മുതനബ്ബി വൽ ബുഹ്തുരി. ഇദ്ദേഹമാണോ ബുഹ്തുരിയാണോ മുത്തനബ്ബിയാണോ ഏറ്റവും പ്രഗത്ഭരായ കവികൾ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ശുക്രൻ അലദ്ദഅം ഇലൽ ലിഖാ ഫിൽ ഹൽഖ അത്താലിയ മഅസ്സലാമ.